ഹായ് അസ്സാം വലൈക്കും. സെമി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ന്യൂഡിൽസാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനിത് ആവശ്യമായിട്ടുള്ള ഗോതമ്പ് ഞാനിത് അവിടെ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഗോതമ്പ് പൊടി അതിലോട്ട് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ നമുക്ക് നല്ല ചെറു ചൂടുവെള്ളമാണ് കേട്ടോ. അതിക്ക് വേണ്ടി അതിക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതാ നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു അടുപ്പിലൊരു പാത്രം വെക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇത് വേവിക്കാൻ ആവശ്യമായിട്ടാണ്. അതിക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെടുത്താൽ നമ്മൾ നൂലപ്പത്തിൻ്റെ അച്ചില്ല കേട്ടോ ഉണ്ടാക്കണേ. ഇതിൽ ഈ തിളച്ച് നിൽക്കുന്ന വെള്ളത്തിലോട്ട് നമുക്കിതൊന്ന് വേവിച്ച് കൊടുക്കുക കേട്ടോ. ഒക്കെ നല്ലോണം ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം ഇത് ഒട്ടി പിടിക്കുകയൊന്നുമില്ല കേട്ടോ. നല്ലോണം ഒന്ന് ഒരു 4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇതൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു പാത്രത്തിൽ നല്ല തണുത്ത വെള്ളം എടുത്തിട്ട് അതിലോട്ട് മാറ്റി കൊടുക്കുക. നല്ലോണം എല്ലാതും ഒന്ന് കോരി മാറ്റി അതിൽ നിന്ന് കേട്ടോ. വേഗം തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണേ. ഇതെല്ലാതും നമ്മളങ്ങനെ നല്ല തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. പച്ചമുളകും വെളുത്തുള്ളിനെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഒരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ ഒരു സവാള നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. സവാള നല്ലോണം ഒന്ന് കുക്കായി വരണ്ട കേട്ടോ. ഒരു ഹാഫ് കുക്കായാൽ മതി. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്ക്. പിന്നെ നമുക്ക് ഇതിലോട്ട് ഇടേണ്ടത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഞാനൊരു മുക്കാൽ കഷ്ണം ക്യാരറ്റാണ് കേട്ടോ ഇട്ടത്. അതും കൂടി ഇതിലോട്ട് വന്നിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ക്യാരറ്റും ചെറിയൊരു വേവായി കിട്ടണേ. പിന്നെ നമുക്ക് ഇതിലോട്ട് ഞാൻ കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം കൊടുത്തിട്ട് നൂഡിൽസ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് ഇതിലോട്ടിട്ട് മസാലയോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നല്ല പൊടിഞ്ഞ് പോകുന്നില്ല. നല്ലോണം മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ന്യൂഡിൽസാണ് കേട്ടോ. ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുവരേക്കും